കാട്ടാക്കടയിൽ സിപിഐഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം നടത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ എസ്ഡിപിഐ പ്രവർത്തകർ. 6 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കാണ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. മന്ത്രി വി ശിവൻകുട്ടി പാർട്ടി ഓഫീസ് സന്ദർശിച്ചു. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 9:30 എസ്ഡിപിഐ പ്രവർത്തകർ സിപിഐഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർക്കുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 6 ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ചികിത്സയിലുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 20ഓളം എസ്ഡിപിഐ പ്രവർത്തകരാണ് മാരകായുധങ്ങളുമായി പാർട്ടി ഓഫീസ് അടിച്ചു തകർക്കുകയും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത്. ഞങ്ങൾ ആദ്യം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സംഘം ആൾക്കാർ വന്ന് പാർട്ടി ഓഫീസ് ആക്രമിച്ചു. ഗേറ്റ് ഇടിച്ചു തുറന്ന് ഒരു ബൈക്കകത്ത് കയറി ആദ്യം അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം അടിച്ച് നമ്മളെ കുറേ ചീത്ത ഒളിച്ചു. അവിടെ ഇരുന്ന കുറേ കളിച്ചുകൊണ്ടിരുന്ന ക്യാരം ബോർഡൊക്കെ എടുത്ത് അടിച്ചു പൊട്ടിച്ച് എന്നെ വെട്ടാൻ ശ്രമിച്ച് ചെറിയൊരു കഴുത്തിലായി. പിന്നെ കൈ പട്ടിയെല്ലാം തലയ്ക്ക് അടിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തടഞ്ഞു. കഴുത്തിൽ വെട്ടിയപ്പം സൈഡിൽ കയറി ഞാൻ അടിച്ച് ഞാൻ മാറ്റി. സംഭവത്തിൽ 5 എസ്ഡിപിഐ പ്രവർത്തകരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മുഴുവൻ പ്രതികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് സിപിഐഎം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഗിരി ആവശ്യപ്പെട്ടു. പാർട്ടി ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ എസ്ഡിപിഐയുടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ കൂടുതൽ പ്രതികളുണ്ട്. ഇതിന്റെ ആസൂത്രണം നടത്തിയ പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ വേണ്ടി ആസൂത്രണം നടത്തിയവർ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധമാണ് സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് എല്ലാ തലങ്ങളിലും നടക്കുന്നു. ആക്രമണത്തിനിരയായ സിപിഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.